ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നേ ഞാനിവിടെ ഒരു 42 ചെസ്റ്റ് സൈസിൻ്റെ ചുരിദാർ കട്ട് മോഡൽ നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഇത് 290ൻ്റെ ഒരു നൈറ്റി മെറ്റീരിയലാണ്. ഇത് 4 മടക്കിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതൊക്കെ മടക്കിയിടാനായിട്ടൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റിലേക്ക് കിടക്കാം, അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഷോൾഡർ നമ്മൾ എടുക്കേണ്ടത് 42 ചെസ്റ്റ് സൈസിന് നമ്മൾ എടുക്കേണ്ടത് ഒരു 7.5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കേണ്ടത്. ആ 7.5 ഇഞ്ച് എടുത്തതിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ എടുക്കേണ്ടത് ഒരു 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നമ്മൾ നേരെ നോക്കണം 7.5 ഇഞ്ച് തന്നെയാണോ കിട്ടിയിരിക്കുന്നതെന്ന് നോക്കണം. അപ്പം 7 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അത് താഴേക്ക് വരച്ചു കൊടുക്കാം. താഴേക്ക് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെസ്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ 42 അല്ലേ, 42ൻ്റെ 4/1 പറയുമ്പോഴത്തേക്കും 10.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഒരു 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം. ഒരു 1.5 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ 12.5 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോള് ഒരു കർവ് പോലെ വരച്ചു കൊടുക്കണ്ടേ. അതിന് ഈ 8 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊരു കർവ് പോലെ വരച്ചു കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിനുശേഷം താഴേക്ക് നമുക്കൊരു 14.5 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കാം. താഴേക്കൊരു 21.5 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കാം. അവിടെ നിന്ന് ഈ 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമുക്കൊരു 12 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി ഈ 21.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ഒരു 14.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എനിക്കിവിടെ കസ്റ്റമറിന് 51 ഇഞ്ചാണ് ഫുൾ ലെങ്ത് വേണ്ടത്. അപ്പോൾ നമുക്ക് 51ൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഒരു 52.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 52.5 ഇഞ്ചാണ് കേട്ടോ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഒരു ഇഞ്ച് നമ്മൾ താഴത്ത് മടക്കി അടിക്കുന്നതിന് പോകും. പിന്നെ 1/2 ഇഞ്ച് മേളിലും പോകും. അങ്ങനെയാണ് 1.5 ഇഞ്ച് പറഞ്ഞത്. പിന്നെ നമുക്ക് ഒരു ഇവിടെ ഏറ്റവും അടിഭാഗത്ത് ഇവിടെ ഒരു 1 ഇഞ്ച് കയറ്റി നമുക്കൊരു കർവ് പോലെ വരച്ചു കൊടുക്കാം. കണ്ടോ? അത് നമ്മുടെ സൈഡ് ഭാഗം താഴത്ത് തൂങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പോയിന്റ് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. ഇനി കഴുത്തകലം നമുക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് കഴുത്തകലം കൊടുക്കേണ്ടത്. ഇനി ബാക്ക് നെക്ക് പുറകിലെ കഴുത്തിൻ്റെ ഇറക്കം ഒരു 4 ഇഞ്ച് കൊടുക്കാം. ഇനി ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കം ഒരു 6.25 കൊടുക്കാം. 6.25 ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. ബോക്സ് ആയിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം ബാക്ക് നെക്ക് നമുക്ക് റൗണ്ട് ആയിട്ട് അടയാളപ്പെടുത്താം. ഫ്രണ്ട് നെക്കും റൗണ്ട് ഷേപ്പ് തന്നെ കൊടുക്കാം. കണ്ടോ? ഇനി നമുക്ക് സ്ലീവ് ലെങ്ത് എന്ന് പറയുമ്പോൾ കസ്റ്റമറിന് ഒരു 7 ഇഞ്ചാണ് കസ്റ്റമറിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം.
8 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം കൈ വണ്ണം എന്ന് പറയുമ്പോൾ 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ചിൻ്റെ പകുതി 7 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് 8 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. കൈവണ്ണം അതിനുശേഷം ഈ 8ൻ്റെ പകുതി 4, ആ 4ൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 4ൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ 7:30 8:30 കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. 7:30 ആണല്ലോ മാർക്ക് ചെയ്തത്. അപ്പോൾ 7:30യുടെ അവിടെ നിന്ന് ഇവിടെ നമ്മൾ ഒരു 8:30 മാർക്ക് ചെയ്യണം. ഇവിടെ 8:30 അല്ലേ മാർക്ക് ചെയ്തത്, അപ്പോൾ ഇവിടെ ഒരു 9:30 മാർക്ക് ചെയ്യണം. അങ്ങനെ ഇത് നമുക്ക് കണ്ടോ സ്ലീവ് ഇങ്ങനെ നമുക്ക് കിട്ടും. കണ്ടോ 12 ഇഞ്ചിൽ നമുക്ക് സ്ലീവും കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മാർക്കിംഗ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് നെക്ക് നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തു. ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ആ പീസ് ഉള്ളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ബാക്ക് പീസ് മറിച്ചടിക്കാനുള്ള ക്രോസ് പീസായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ ക്രോസ് പീസ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാവുന്നതാണ്. കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കട്ടിങ് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മാനസ്സിലാവുന്ന വിധത്തിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു.